ഈ പാറ പൊട്ടി മാറിയതാണ്. അങ്ങോട്ട് നോക്കി, ഇത് ഒന്നായിരുന്നു, ഇത് പൊട്ടി മാറിയതാണ്. ഇവിടുത്തെ പ്രത്യേകത ആദിമ മനുഷ്യന്റെ ആവാസ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നു. BC 4000 കല്ലുളി കൊണ്ട് കോരി വരച്ച പടങ്ങൾ ഇവിടെയുള്ള BC 4000. ഇത് കണ്ടുപിടിച്ച 1894 മലബാറിലെ SP ആയിരുന്ന ഫോസറ്റാണ്. അതേ ബ്രിട്ടീഷുകാരനാണ്. 1894 ഇവിടുത്തെ എല്ലാ ചിത്രങ്ങളും തിരിച്ചറിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ ഇതാണ്. ഗോത്രത്തിന്റെ തലവൻ, 2 കൈകൾ ഉയർത്തി തലപ്പാവ് ധരിച്ചൊരു പടം. 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇത് മുൻഭാഗവും ഇത് പിൻഭാഗവുമാണ്. അത് കഴിയുമ്പോൾ അപ്പുറ സൈഡിൽ സ്ത്രീയുടെ ചിത്രം കാണാം. അവിടെ നോക്കുക, കാണുന്നില്ല? അതിന്റെ പ്രത്യേകതയുണ്ട്. ത്രികോണങ്ങളും നേർരേഖകളും മാത്രം ഉപയോഗിച്ച് ജാമതീയ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ചു എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ ഇതൊരു ആനയാണ്. വാല്, കാല്, തുമ്പിക്ക്, കൊമ്പൊക്കെ നേരെ വരച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ആന കഴിയുമ്പോൾ വീണ്ടും ഒരു സ്ത്രീയും ഒരു കുട്ടിയും. ഇതൊരു കുട്ടിയാണ്, ഇതൊരു സ്ത്രീയാണ്. അതിന്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു ചെന്നായ പോലത്തെ ജീവി തലയുയർത്തി നിൽക്കുന്നതാണ്. ഈ ഭാഗത്തേക്ക് നോക്കാം, മുകളിലൊരു മയിലിന്റെ തലഭാഗം. താഴെ ഒരു റൗണ്ട് ഉണ്ട്. പൂവാണോ സൂര്യനാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ചക്രമൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇത്രയും ചിത്രങ്ങൾ 6000 വർഷങ്ങൾക്ക് മുമ്പ് നവീന ശിലായുഗ മനുഷ്യർ കല്ലുളി കൊണ്ട് കോറി വരച്ചതാണ്. ഹലോ, പ്ലീസ് കീപ് സൈലൻസ് ഇൻസൈഡ്. നിങ്ങൾ ആ വഴി ഒന്ന് മാറി കൊടുക്കണം. അവിടെ പോകുന്നവരെ വഴിയോട് പോയിക്കോട്ടെ പ്ലീസ്. ഒരു സൈഡിൽ വഴി കൊടുക്കുക, ഇറങ്ങുന്നവരെല്ലാം ഇറങ്ങിക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പല ആൾക്കാരും താമസിച്ചിട്ടുണ്ട്. അതിന് തെളിവായിട്ട് പറയുന്നത് 2300 വർഷം പഴക്കമുള്ള 2 എഴുത്ത് ഭാഷകളാണ്. അത് ആ സൈഡിൽ നോക്കി കാണാം. 2 ലൈനുണ്ട്, ആ ഭാഗത്തുണ്ട്, അപ്പുറം സൈഡിൽ കാണാം. ഒന്ന് തമിഴ് ബ്രാഹ്മിയാണ്. അത് വായിക്കുന്ന പൽപ്പുലി താത്തകാരി വേടുങ്കോമലൈ പാണഗജം നന്ദു ചത്തി. അതായത് ഒരുപാട് പുലികളെ കൊന്ന പ്രശസ്തനായ ഒരു ഗോത്രത്തിന്റെ രാജാവ് ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. 2ാമത്തെ ലൈൻ പ്രാചീന സംസ്കൃതമാണ്. അത് വായിക്കുന്നത് ശ്രീ വിഷ്ണു വർമ്മനാഹ കുടുംബിയ കുലവർദ്ധനസ്യ ലിഖിത. അതായത് കുടുംബിയൻ ഗോത്രത്തിൽപ്പെട്ട വിഷ്ണുവർമ്മ എന്നൊരാളാൽ എഴുതപ്പെട്ടെന്ന് പറയുന്നത്. അത് 2300 വർഷവും ഇത് 6000 വർഷത്തെ പഴക്കം പറയുന്നത്. പല സമയത്തുള്ള ആൾക്കാരോട് വന്ന് താമസിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന 4000 അടി മുകളിലാണ്, എബോവ് സീ ലെവൽ. ഇതുപോലുള്ള ചിത്രങ്ങൾ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. കാണണമെങ്കിൽ ഫ്രാൻസിലേക്ക് പോകണം. കണ്ടുപിടിച്ച 1894 മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫോസറ്റാണ്. ഇപ്പൊ ഇത്ര ഇടയ്ക്കലെ കുറിച്ച് പറയാനുള്ളൂ. ഇപ്പൊ ഒന്നൊരവിടെ വ്യൂ പോയി കാണാം, ഗേറ്റ് വരെ. അത് നാച്ചുറൽ ഫോർമേഷൻ ആണ്. നേരത്തെ വന്നാൽ സിംഗിൾ ലൈനെ പുറത്തേക്ക് വന്നാലും തിരക്ക് വരുന്നുണ്ട്. പ്ലീസ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക.